മക്കളെ, കീമിന്റെ 2025 പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ 2025 കീമില് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി, പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ് ഫാർമസി എക്സാം എഴുതാൻ വേണ്ടിയുള്ള കുട്ടികൾക്കാണ് ഇത് പ്രധാനമായിട്ട് ബാധകമാകുക. പക്ഷെ രജിസ്റ്റർ ചെയ്ത എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്തേക്കുക. അവിടുത്തെ കറക്ഷൻ ഫെസിലിറ്റിയാണ്. അപ്പൊ എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും എക്സാം ഉള്ളത് കൊണ്ട് അതിന് അപ്ലൈ ചെയ്തവരുടെ അപ്ലിക്കേഷൻ ആദ്യം തന്നെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ ബാക്കിയുള്ളവരുടെയും. അപ്പോൾ ആ കറക്ഷൻ ഫെസിലിറ്റി ഇത് എല്ലാവർക്കും ബാധകമാണ്. അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വീഡിയോയിൽ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, പ്രധാനമായിട്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി അപ്ലൈ ചെയ്തവർക്കാണ്. മെഡിക്കൽ അപ്ലൈ ചെയ്തവരും ആർക്കിടെക്ചർ അപ്ലൈ ചെയ്തവരും ഒക്കെ അവരുടെ കാൻഡിഡേറ്റ് ചെക്ക് ചെയ്യണം. ഈ പ്രൊസീജിയർ സെയിം തന്നെ, പക്ഷെ ഇവർ നിർബന്ധമായിട്ടും ചെയ്യണം. റൈറ്റ്. അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കയറിയ ce.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറുക. അതിൽ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിലോ ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ 10th സർട്ടിഫിക്കറ്റിലോ പ്രധാനമായിട്ട് ഈ 4 കാര്യങ്ങളിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് തിരുത്താനാണ് അവസരം. ബാക്കിയുള്ളതൊന്നുമില്ല. ഇപ്പൊ നിലവിൽ ഈ 4 കാര്യങ്ങളാണ്: നിങ്ങളുടെ പേര്, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, 10th സർട്ടിഫിക്കറ്റ്. അപ്പൊ നിങ്ങൾ ആ പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങളായിട്ട് എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചാൽ, സെൽഫ് ഐഡന്റിഫൈ, നിങ്ങളായിട്ട് എന്തെങ്കിലും തെറ്റ് അതിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ തെറ്റ് എന്താണ് എന്നുള്ളത് മെയിൽ ചെയ്യണം, ഇമെയിൽ അയക്കണം. ഇത് ഏത് സൈറ്റ് അല്ലെങ്കിൽ ഏത് അഡ്രസ്സിലേക്കാണ് മെയിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇമെയിൽ അഡ്രസ് ഇവിടെ കൊടുക്കാം. CKinfo, കേരള എന്നുള്ളതിന്റെ CKinfo.ce@kerala.gov.in എന്നുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ഇമെയിൽ ചെയ്യണം. ആ ഇമെയിലിന്റെ സബ്ജക്ട് എന്തായിരിക്കണം? പ്രൊഫൈൽ ഡിഫക്റ്റ് എന്നായിരിക്കണം. അങ്ങനെ പ്രൊഫൈൽ ഡിഫക്റ്റ് എന്ന് സബ്ജക്റ്റ് വെച്ചുകൊണ്ട് എന്താണോ നിങ്ങൾ കണ്ട തെറ്റ്, ആ തെറ്റ് മെൻഷൻ ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റും വെച്ച് നിങ്ങൾ മെയിൽ ചെയ്യണം. ഒരു വഴി. അങ്ങനെ നിങ്ങളായിട്ട് ഡിഫക്റ്റ് ഒന്നും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി ചെയ്യണം. ഈ പറഞ്ഞ അതേ പ്രൊസീജിയറിൽ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് ഒക്കെ കൊടുത്ത് കയറുമ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ മെമ്മോ ഡീറ്റെയിൽ ഉണ്ടോ നോക്കുക. മെമ്മോ ഡീറ്റെയിൽ എന്നുണ്ടെങ്കിൽ ആ മെമ്മോ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആ മെമ്മോ ഡീറ്റെയിൽ പറയും എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ. അപ്പൊ അതിൽ ചിലപ്പോൾ പറയും നിങ്ങളുടെ പേര് 10th സർട്ടിഫിക്കറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിന് ക്ലാരിറ്റി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റീപ്ലേസ് ചെയ്യണം. എന്തിനാണോ മെമ്മോ ഡീറ്റെയിൽ പറഞ്ഞിരിക്കുന്ന കേസ്, അതിന് മാത്രമാണ് റീപ്ലേസ്മെന്റ്. ഇനി അങ്ങനെ അല്ല, നിങ്ങൾക്ക് മെമ്മോ ഡീറ്റെയിൽ ഇല്ല എങ്കിൽ ഒരു പരിധിവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി മെമ്മോ ഡീറ്റെയിൽ ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കണം. എന്തെങ്കിലും തെറ്റ് നിങ്ങളായിട്ട് കണ്ടാൽ നിങ്ങൾക്കും ചെയ്യാം. അപ്പൊ 2 ഓപ്ഷനാണ്. അവര് കണ്ടുപിടിച്ച തെറ്റ് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്, അതെന്തായാലും റീപ്ലേസ് ചെയ്യണം. അവര് കണ്ടുപിടിക്കാത്ത ഏതെങ്കിലും തെറ്റ് നിങ്ങളായിട്ട് കണ്ടുപിടിച്ചാൽ അതും അവരെ ഇൻഫോം ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി മെമ്മോ ഡീറ്റെയിലും ഇല്ല, നിങ്ങളായിട്ട് തെറ്റും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ ഇത് മെയിനായിട്ട് എഞ്ചിനീയറിംഗ് ഫാർമസി അപേക്ഷിച്ചവരും പിന്നെ മെഡിക്കൽ ആൻഡ് ആർക്കിടെക്ചർ കൊടുത്തവരും ഒക്കെ ഇതൊന്ന് ചെയ്തേക്കുക. നിർബന്ധമായിട്ട് നോക്കുക. മെമ്മോ ഡീറ്റെയിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ, നിങ്ങൾ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് കയറി മെമ്മോ ഡീറ്റെയിൽ കണ്ടാൽ നിർബന്ധമായിട്ടും അവിടെ എന്തോ തെറ്റുണ്ട്. മെമ്മോ ഡീറ്റെയിൽ ഇല്ലെങ്കിൽ ഓക്കെ, 99% ഇത് കറക്റ്റ് ആയിരിക്കും. ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യണം എന്തെങ്കിലും തെറ്റുണ്ടോന്ന്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രൊസീജിയറും ചെയ്യണം. റൈറ്റ്. ഇതിനുള്ള സമയം എപ്പോഴാണ്? ഏപ്രിൽ 8-ാം തീയതി. ഈ ഏപ്രിൽ 8 വൈകിട്ട് 5 മണി വരെ മാത്രമാണ് അതിനുള്ള സമയം ഉണ്ടാവുക. ഇനി അഡ്മിറ്റ് കാർഡ് പിന്നാലെ വരികയുള്ളൂ. എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും എക്സാം ഉണ്ട്. എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും മാത്രമാണ് എക്സാം ഉള്ളത്. അപ്പോൾ ആ എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് പിന്നാലെ വരും. അത് ആർക്കാണ്? ഈ ഡിഫക്റ്റ് കറക്റ്റ് ചെയ്താൽ. ഒരു തിരുത്തും അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരും. ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്താലേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഉണ്ടാവൂ. അപ്പൊ ഡിഫക്റ്റ് ഉള്ളവരെ കറക്ഷൻ ചെയ്താലേ അഡ്മിറ്റ് കാർഡ് കിട്ടും. റൈറ്റ്. ഒന്നുകൂടി ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഇതല്ലാത്ത എന്തെങ്കിലും ഡിഫക്റ്റ് നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കുക. പേരിലോ സിഗ്നേച്ചറിലോ ഫോട്ടോയിലോ 10th സർട്ടിഫിക്കറ്റിലും അല്ലാത്ത എന്തെങ്കിലും ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങളെ അറിയിക്കും. ഇതേപോലെ പ്രൊസീജിയർ തരും. അപ്പൊ ഇതേപോലെ പ്രൊസീജിയർ തരുമ്പോൾ ഇതേപോലെ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷന് ശേഷം ബാക്കിയൊക്കെ തിരുത്താനുള്ള സമയം തരും. അപ്പൊ അതുകൊണ്ട് ഇതല്ലാത്ത തിരുത്തുകളെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ ബോധേടാവേണ്ട. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ വന്നിരിക്കുന്ന, അതായത് ഏപ്രിൽ 3-ാം തീയതി വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽ ആണ് ഞാനിപ്പോ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ ഈ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാലും ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ അതിന്റെ ഫ്രീക്വന്റ് അപ്ഡേറ്റുകൾ തരാം. അപ്പോൾ കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.